Hello and welcome to WWE മലയാളം ഗോസിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കർട്ട് ആംഗിളിനെ കുറിച്ചാണ്. കർട്ട് ആംഗിൾ റിട്ടയർ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരുപാട് ഹിൻറ്റുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർട്ട് ആംഗിൾ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: 20 വർഷങ്ങൾക്ക് മുമ്പാണ് താൻ തൻ്റെ WWE അരങ്ങേറ്റം നടത്തിയത് എന്ന്. അന്ന് WWE പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു. ആകെ ഏറ്റവും കൂടിയാൽ 5 വർഷം മാത്രമേ ഈ റെസ്ലിംഗ് കരിയർ തുടരുകയുള്ളൂ എന്ന്. പക്ഷേ WWE യൂണിവേഴ്സിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് തൻ്റെ ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നിർത്തിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം WWE യൂണിവേഴ്സ് തന്നെ അത്രയും അധികം സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം 11 വർഷങ്ങൾ WWEക്ക് വേണ്ടി മത്സരിച്ചതിന് ശേഷമാണ് WWEയിൽ നിന്നും 2006 വിട്ടുപോയത്. അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ ഇങ്ങനെയുമുണ്ട്: തനിക്ക് താൻ കരിയർ തുടങ്ങിയ കമ്പനിയിൽ തന്നെ വെച്ച് തൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ ആവുന്നതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. താങ്ക് യു WWE യൂണിവേഴ്സ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. 2006 WWE വിട്ടതിന് ശേഷം കർട്ട് ആംഗിൾ പിന്നീട് വന്നത് ഹോൾ ഓഫ് ഫെയിം ആവാനാണ്. അങ്ങനെ ഹോൾ ഓഫ് ഫെയിം ആയിട്ട് കർട്ട് ആംഗിൾ പിന്നീട് WWEയിൽ തുടർന്നത് WWE റോയുടെ ജനറൽ മാനേജറായിട്ടാണ്. ജനറൽ മാനേജർ ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം 2-3 മാച്ചുകളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാരോൺ കോർബിനായി WWEയുടെ റോ ജനറൽ മാനേജർ. ഇപ്പോൾ ബാരോൺ കോർബിൻ പോയതിന് ശേഷം വീണ്ടും കർട്ട് ആംഗിൾ തന്നെ ജനറൽ മാനേജർ ആകുമെന്ന് ആയിരുന്നു ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ ബാരോൺ കോർബിൻ പോയതിന് ശേഷം ഇപ്പോൾ വിൻസ് മെക്മഹോനാണ് റോയും സ്മാക്ക് ഡൗണും മുമ്പിൽ നിന്ന് നടത്തുന്നത്. ഇതിനി എത്ര കാലത്തേക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. ചിലപ്പോൾ വിൻസ് മെക്മഹോൻ തന്നെ കുറച്ച് കാലത്തേക്ക് ഇത് നടത്താൻ മതി. അല്ലെങ്കിൽ വിൻസ് മെക്മഹോൻ റോ കർട്ട് ആംഗിളിനെയും സ്മാക്ക് ഡൗൺ വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിനെയും ഏൽപ്പിച്ച് വീണ്ടും ചെയർമാൻ സ്ഥാനത്തേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് Q&Aയിൽ അദ്ദേഹം പറഞ്ഞത്, താൻ വിരമിക്കാനായി, എന്നാലും എനിക്ക് വിരമിക്കുന്നതിന് മുമ്പ് 2-3 മാച്ചുകൾ തനിക്ക് ഇഷ്ടപ്പെട്ടവരോട് കൂടെ 2-3 മാച്ചുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ താൻ റിട്ടയർ ചെയ്യുകയുള്ളൂ എന്നാണ് കർട്ട് ആംഗിൾ തൻ്റെ ഫേസ്ബുക്ക് Q&Aയിൽ പറഞ്ഞത്. ഇപ്പോൾ പുതുതായി വരുന്ന റൂമറുകളനുസരിച്ച് അടുത്ത റെസ്ൽമേനിയയിൽ കർട്ട് ആംഗിളിന് ഒരു മുഖ്യമായ ഒരു മാച്ച് ഉണ്ടായിരിക്കും എന്നാണ് വരുന്നത്. കർട്ട് ആംഗിളിൻ്റെ എതിരാളിയായിട്ട് ആരെയാണ് ഇടുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ.